തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലൊക്കെ നടപടിക്ക് മടിച്ച CPM ആണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ സസ്പെൻഷനിലാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്ക് വലിയ കാരണമായെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരുന്നു. അത് കണക്കിലെടുത്ത് ജില്ലാ കമ്മിറ്റിയോട് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചതാണ് സസ്പെൻഷനിലേക്ക് എത്തിച്ചത്. എത്ര കാലത്തേക്കാണ് ഈ ഒരു നടപടി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം മുതിർന്ന നേതാവ് തോമസ് ഐസക് പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് ഈ ഒരു നടപടിയെടുത്തത്. ജില്ലാ കമ്മിറ്റിക്ക് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. പുറത്താക്കൽ പോലെ കടുത്ത നടപടി ആലോചിച്ചിരുന്നു എങ്കിലും സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു എന്നാണ് വിവരം. നടപടി വരുന്ന പക്ഷം പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സൂചന നൽകിയിരുന്നു. ഇന്നിപ്പോൾ സസ്പെൻഷനിൽ നടപടി ഒതുങ്ങുന്നതോടെ വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോന്നി മുൻ MLAയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാർ നവംബർ 20-നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായത്. കട്ടിളപ്പാളി കേസിലായിരുന്നു അറസ്റ്റ്. ഡിസംബർ 2-ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമലയിൽ നിന്നും സ്വർണം കവരുന്നതിന് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തുവെന്നും കൂട്ടുനിന്നതിലൂടെയും കൃത്യവിലോപം നടത്തിയതിലൂടെയും കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നുമാണ് പത്മകുമാറിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. നിലവിൽ ജാമ്യത്തിലാണ് പത്മകുമാർ. 3.5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. പാർട്ടിയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയിട്ടും പത്മകുമാറിനെ പുറത്താക്കാതിരുന്നതിൽ വലിയ അമർഷം അണികളും ഉയർത്തിയിരുന്നു. ഒടുവിലാണ് പത്മകുമാറിനെതിരെ പാർട്ടി നടപടിക്ക് ഒരുങ്ങിയത്. നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കാണ് ചുമതല. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രമായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. അടുത്തിടെ പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കുകയും ചെയ്തു. എന്നാൽ നടപടി പരാമർശിക്കാതെ പറ്റില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി നിലപാടെടുക്കുകയായിരുന്നു. അതേസമയം തനിക്കെതിരെ കടുത്ത നിലപാടെടുത്താൽ പലതും വിളിച്ചു പറയുമെന്ന നിലയിൽ തന്നെയായിരുന്നു പത്മകുമാർ മുന്നോട്ട് പോയത്. ഇതൊക്കെ ഭയന്നുകൊണ്ട് തന്നെയാകണം ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് CPM കടക്കാത്തതും ഒരു സസ്പെൻഷനിൽ മാത്രം കാര്യങ്ങൾ എത്തിച്ചതും. എന്തായാലും പത്മകുമാറിനെ ഭയക്കുന്നവർക്ക് ഇതൊരാശ്വാസം തന്നെയാണ്. പത്മകുമാർ പല കാര്യങ്ങളും വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ നടപടിയിൽ CPM ഒതുക്കി എന്ന് വേണം പറയാൻ. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിൽ അണികൾക്ക് വളരെയധികം നിരാശയും അതുപോലെ തന്നെ പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. അതിനാൽ തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും പുറത്താക്കൽ നടപടിയിലേക്ക് പാർട്ടി ഒരിക്കലും കടക്കില്ല എന്ന സൂചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്.